നമസ്കാരം. തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഇങ്ങനെ കൂടുമ്പോൾ പിണറായി വിജയൻ്റെ മകൾ വീണയുടെയുമൊക്കെ നെഞ്ചിടിപ്പ് കൂടുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. ഇഡിയുടെ കണ്ടെത്തലുകൾ അത് ഏതുവരെ എത്തപ്പെടുന്നു എന്നുള്ളത് ഇനി മുന്നോട്ടുള്ള വഴികളിൽ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളും കണ്ടെത്തലുകളും റിപ്പോർട്ടുകളും മാത്രമാണ് മുന്നിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടം ചൂടുപിടിക്കുന്ന വേളയിൽ ഈ പിണറായി വിജയനും അപ്പോൾ തന്നെ വീണയ്ക്കും വല്ലാതെ പ്രതിസന്ധി ഉണ്ടാകുകയാണ്. ഇ ഡി കളം നിറഞ്ഞാടുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളെ വെട്ടിലാക്കുന്ന വിധത്തിലുള്ള നീക്കങ്ങളിലേക്കാണ് ഇ ഡി ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. CMRL എക്സാലോജിക്കൽ ഇടപാടിന് പിന്നിലെ രഹസ്യങ്ങൾ കണ്ടെത്തുവാനുള്ള തിരക്കിട്ട ശ്രമങ്ങളാണ് ഇപ്പോൾ ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇതിൻ്റെ ഭാഗമായിട്ട് CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ ഉച്ചയോടെ തുടങ്ങിയ CMRL ജീവനക്കാരുടെ ചോദ്യം ചെയ്യൽ ഇന്നലെ രാത്രി വൈകിയും പുലർച്ചെയും ഒക്കെ തുടരുകയാണ്. ഇന്നും ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി മുഴുവനും ഇവരെ ഇ ഡി ചോദ്യം ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇന്നലെ രാവിലെയോടെയാണ് 3 CMRL പ്രതിനിധികൾ ഇ ഡിക്ക് മുന്നിൽ ഹാജരായത്. CMRL MD ശശിധരൻ കർത്തയോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഹാജരായിരുന്നില്ല എന്നുള്ളതാണ്. CMRLൻ്റെ ചീഫ് ഫിനാൻസ് ഓഫീസർ, IT മാനേജർ, സീനിയർ IT ഓഫീസർ എന്നിവരാണ് ഇന്നലെ ഹാജരായിരുന്നത്. എന്നാൽ CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്തയുടെ മൊഴിയെടുക്കൽ നിർബന്ധമാണ് എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ഇ ഡി. ഇ ഡിയുടെ നോട്ടീസിനെതിരെ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. CMRLും എക്സാലോജി കമ്പനിയും തമ്മിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളാണ് ഇ ഡി ഇപ്പോൾ പരിശോധിക്കുന്നത്. എക്സാലോജിക്കിന് CMRLൽ നിന്ന് 1.72 കോടി രൂപ ലഭിച്ചു എന്ന കണ്ടെത്തലായിരുന്നു കേസിൻ്റെ ആധാരം. IT സേവനങ്ങളുടെ പ്രതിഫലം എന്ന നിലയിലാണ് ഈ പണം നൽകിയത് എന്നാണ് വാദം. എന്നാൽ ഇല്ലാത്ത സേവനത്തിൻ്റെ പേരിലാണ് പണം നൽകിയത് എന്ന പരാതികളെ തുടർന്ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇ ഡിയും കേസിൽ അന്വേഷണം ആരംഭിച്ചത്. ഈ CMRLൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാവും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെ ഇ ഡി ചോദ്യം ചെയ്യുക. മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ളവരെ കൂടി വിളിച്ചു വരുത്തുവാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസി എന്ന് പറയാം. കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാസപ്പടി വിവാദം മുഖ്യ തിരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഏപ്രിൽ 26-ന് കേരളത്തിൽ നടക്കുന്ന 2ാം ഘട്ട തിരഞ്ഞെടുപ്പിന് മുൻപ് വിഷയം വലിയ വിവാദമാക്കാനാണ് BJP ശ്രമിക്കുന്നത്. വോട്ടെടുപ്പിലേക്ക് കേരളം നീങ്ങുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചു വരുത്താമെന്നും ഇ ഡിക്ക് കണക്കുകൂട്ടലുണ്ട് എന്നുള്ള ഒരു സൂചനയും വരുന്നുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള UDFും മുഖ്യമന്ത്രിയുടെ മകളുടെ പങ്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ വിഷയത്തിൽ പ്രതികരിച്ച് തിരഞ്ഞെടുപ്പ് സമയത്ത് വിഷയത്തെ ചർച്ചയാക്കേണ്ട എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാരും CPIMും. അതേസമയം CMRL മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കൊണ്ടിയെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘം ചോദ്യം ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. അതേസമയം എക്സാലോജിക്കുമായി സംശയകരമായിട്ടുള്ള ഇടപാടുകൾ നടത്തിയ സ്ഥാപനങ്ങളുടെ മേധാവിമാരെ SFIO താമസിയാതെ ചോദ്യം ചെയ്യാൻ പോകുന്നുണ്ട്. 12 സ്ഥാപനങ്ങളിൽ നിന്നും ഇതിനോടകം തന്നെ സാമ്പത്തിക ഇടപാടിൻ്റെ രേഖകൾ ഉൾപ്പെടെ SFIO ശേഖരിച്ചിട്ടുമുണ്ട്. ഇത് വിശദമായി പരിശോധിക്കുവാൻ പോവുകയാണ്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള 8 സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ പരാതിക്കാരനായിട്ടുള്ള ഷോൺ ജോർജ് SFIOയ്ക്ക് നേരത്തെ തന്നെ കൈമാറുകയും ചെയ്തിരുന്നു. ഈ സ്ഥാപനങ്ങളിൽ നിന്നും രേഖകൾ ആവശ്യപ്പെടുകയും ചെയ്തു. സാന്റാമോണിക്ക, JDT ഇസ്ലാമിക്, അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റി, മാത്രമല്ല കാരക്കോണം CSI മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള തുക എക്സാലോജിക്കിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുകളുണ്ട്. ഈ തുകയ്ക്ക് സേവനം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് SFIO പ്രധാനമായും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാദ കരിമണൽ കമ്പനി എക്സാലോജിക്കിന് കൈമാറിയിട്ടുള്ള തുക അഴിമതിപ്പണമാണ് എന്ന് തെളിഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്ക് കുരുക്കായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിയുടെ പദവി ഉപയോഗിച്ചാണ് വീണ CMRLൽ നിന്ന് പണം കൈപ്പറ്റിയത് എന്നാണ് ആദായനികുതി വകുപ്പ് ഇടക്കാല തർക്ക പരിഹാര ബോർഡിൻ്റെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലായിരുന്നു അന്വേഷണ SFIOയ്ക്ക് കൈമാറിയത്. ആ അന്വേഷണമാണ് ഇപ്പോൾ ഇ ഡിയിലും എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇ ഡിയും SFIOയും ഇങ്ങനെ പിടിമുറുക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിൽ പിടി വീഴാൻ പോകുന്നത് വീണയ്ക്കും പിണറായി വിജയനുമായിരിക്കും. ഇ ഡിയും ഒപ്പം തന്നെ SFIOയും വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി കൃത്യമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടം അവസാനിക്കുവാൻ 8 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതിനു മുൻപോ അല്ലെങ്കിൽ അതിനുശേഷമോ വീണയെയോ പിണറായി വിജയനെയോ
കേസിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് CPM-ന് വലിയ തലവേദനയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. SFIO ഇതുവരെ അന്വേഷണ ഏജൻസിയിലേക്ക് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിലേക്ക് മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വീണ വിജയനെ വിളിച്ചിട്ടില്ല. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ അത്തരത്തിലുണ്ടാകുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. EDയും SFIOയും ഒരേ സമയം വീണ തൈക്കൊണ്ടിയെ വിളിച്ച് മൊഴിയെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. ആ മൊഴിയെടുക്കൽ പൂർത്തിയാകുന്നതോടുകൂടി അറസ്റ്റിലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ടാകും. കാരണം 1.72 കോടി രൂപ എന്തിനു വാങ്ങി എന്നുള്ളതിന് തെളിവ് SFIOയ്ക്കും EDക്കും ലഭിച്ച സാഹചര്യത്തിൽ പക്ഷേ എന്തിനാണ് എന്ന് പറയാൻ അല്ലെങ്കിൽ ആ മൊഴിയിൽ വ്യക്തമാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വീണയെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള അറസ്റ്റ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് CPM-ന് വലിയ നാണക്കേടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പിണറായിക്ക് അത് വലിയ തിരിച്ചടിയുമാകും.